ഹായ് ഫ്രണ്ട്സ്, അമ്മോ വോയിസ് കൊടുക്കുമ്പം തന്നെ ചറ പറ പടക്കത്തിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ 2 ദിവസത്തെ വിഷു കുറച്ച് വിശേഷങ്ങളാണ്. ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇന്ന് ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വിഷു ആയതുകൊണ്ട് നല്ല പടക്കത്തിൻ്റെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ വിഷു ദിവസത്തെ വ്ളോഗിൽ പടക്ക സൗണ്ട് ഇല്ലെങ്കിൽ പിന്നെ എന്ത് വ്ളോഗ് അല്ലേ? അപ്പോൾ ഇടക്കിടക്ക് ഓരോ മ്യൂസിക് ആണെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. അപ്പോൾ ഇതാണ് മാമൻ, എൻ്റെ അനിയൻ മൂക്ക് കൊണ്ടു കൊടുത്ത പടക്കമല്ല, കമ്പിത്തിരി. അത് ഞാൻ വെയിലത്ത് ഉണക്കാൻ വെച്ചതാണ്. പിന്നെ വൈകുന്നേരം ഞാൻ ഈ വിളക്ക് ക്ലീൻ ചെയ്യുന്ന തൊട്ടിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. വിളക്ക് അധികം വൃത്തികേടൊന്നും ആയിട്ടില്ല, അപ്പം അടുത്ത തേച്ച് കഴുകിയതാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അകത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. വിളക്ക് വൃത്തിയാക്കലും അങ്ങനത്തെ കാര്യങ്ങളിൽ ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എങ്ങനെയാണ് അവസാനിക്കുകയെന്നൊന്നും അറിയില്ല. കാരണം ഉച്ചയ്ക്ക് ശേഷം നല്ല പടക്കം പൊട്ടിക്കുന്ന തിരക്കിലായിരിക്കും, ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും. അപ്പോൾ ഈ സമയത്ത് ഞാനായിട്ട് വോയിസ് കൊടുക്കാൻ നിൽക്കരുതായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഇന്ന് ചൂടപ്പം പോലെ വ്ളോഗ് ഇറക്കണം തോന്നി. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോട്ടെ, എപ്പോഴും കാക്കേൻ്റെ സൗണ്ടല്ലേ എൻ്റെ വ്ളോഗിലുണ്ടാകുക. അപ്പോൾ വിളക്കൊക്കെ ഞാൻ വേഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കലിടാം. ഞാൻ എങ്ങനെയാണ് വിളക്ക് ക്ലീൻ ചെയ്യുന്നതെന്ന് അത് ഞാൻ പിന്നീടൊരു വീഡിയോയിലിടാം. നല്ല ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നിത് അപ്ലോഡ് ചെയ്യില്ല, നാളെ അപ്ലോഡ് ചെയ്യൂ. അപ്പോൾ വിളക്കൊക്കെ കഴുകിയിട്ട് അതൊന്ന് നന്നായി തുടച്ചെടുക്കുകയാണ് ഞാൻ. പിന്നെ നിങ്ങളുടെ വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടിച്ചു പൊളിച്ചോ? ചൂട് എങ്ങനെയുണ്ട്? വിഷു സമയത്തുള്ള ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഈ സമയത്തുള്ള എൻ്റെ പൊന്നോ വേർത്ത് കുളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കണിക്കൊന്ന കിട്ടലും അതാണ്. കൊന്ന അടുത്ത വീട്ടിൽ തന്നെ ഉണ്ട്, പക്ഷെ പറിക്കാനെല്ലാം ഭയങ്കര പാടായിരുന്നു. കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കണിക്കൊന്നയൊക്കെ. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നല്ലേ, ഉള്ളതുകൊണ്ട് വിഷു പോലെ എന്ന് പറയേണ്ടി വരും അല്ലേ ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ കുഴപ്പമില്ലാണ്ട് ക്ലീനായും തോന്നുന്നു വിളക്ക്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് തലശ്ശേരി ഭാഷ വന്നല്ലേ, ഞമ്മക്ക് ഇങ്ങക്ക് അതൊക്കെ ഇടയ്ക്ക് വരും. ഞാൻ കുറച്ച് ശ്രദ്ധിച്ച് പറയുന്നുണ്ടാണ് തലശ്ശേരി ഭാഷ വരാത്തത്. അപ്പോൾ വീട്ടിൻ്റെ തൊട്ട് മുമ്പ് തന്നെ കണിക്കൊന്ന മരമുണ്ട്, കുറച്ചേ കായച്ചിട്ടുള്ളൂ. ഇനി അങ്ങോട്ടാണ് നല്ലോണം കായ്ക്കുക. വിഷു കഴിഞ്ഞാൽ ചാറ പാറയായിരിക്കും ആ മരത്തമ്മൽ. ഇപ്രാവശ്യം പറിക്കാനും ഭയങ്കര പാടായിരുന്നു. അടുത്ത വീട്ടിൽ ഏട്ടൻ പറിക്കുമ്പോൾ ഞാൻ അവിടെ കാവൽ നിൽക്കുകയത്. എനിക്കൊരു കൊളുത്ത് തരണേ, കണി വെക്കാനൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ എനിക്ക് തന്നതേ. കണിക്കൊന്ന മാങ്ങയും ഞാൻ വേറൊരാളടുത്തു നിന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് വാങ്ങിയതാണ്. അല്ലെങ്കിൽ ഇവിടെ പരിസരത്തുള്ള ആമ്പിള്ളർ വരും പൈസ കൊടുത്തിട്ട് വാങ്ങാൻ കണിക്കൊന്ന തരും പൈസ കൊടുത്താൽ. അപ്പോൾ പിന്നെ അന്ന് രാത്രിയത്തെ ബാക്കി വിശേഷങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. കുറച്ച് കമ്പിത്തിരിയും പൂക്കുറ്റി, എന്താ പറയുക നിങ്ങൾ, മത്താപ്പോ ചേരട്ട, നമ്മൾ കമ്പിത്തിരി ചേരട്ട പൂക്കുറ്റി അങ്ങനെയൊക്കെ, നാട അങ്ങനെയൊക്കെ പറയുക. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു മൂക്ക് നല്ല പേടിയായിരിക്കുമെന്ന്. പക്ഷേ ആൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കമ്പിത്തിരി ഇങ്ങനെ കമ്പിത്തിരി ഇങ്ങനെ വട്ടത്തിൽ തിരിക്കുമ്പോൾ ഇവൾ തലേനെ കൊണ്ട് വട്ടത്തിൽ തിരിക്കുന്ന പരിപാടിയായിരുന്നു ഇവൾ ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ ആരും ഇല്ലായിരുന്നു. ഞാൻ തന്നെ ഇങ്ങനെയൊക്കെയോ ട്രൈപ്പോഡൊക്കെ വെച്ചിട്ട് എടുത്തിയ. അമ്മക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ അങ്ങനെ ശരിയാകുന്നില്ല ഈ സമയത്തെ. വല്ലാണ്ട് ഷെയ്ക്കാവുന്നു അമ്മേൻ്റെ കയ്യിൽ കൊടുത്തേരം. പിന്നെ ഞാനവിടെ ട്രൈപ്പോഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്തതാണ്. കുറച്ച് പടക്കത്തിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കും. ഇന്നത്തെ വ്ളോഗ് വിഷു വ്ളോഗല്ലേ, അപ്പോൾ കുറച്ച് പടക്കത്തിൻ്റെ ഒക്കെ സൗണ്ട് നിങ്ങൾ കേൾക്ക്.
പിന്നെ പൊട്ടുന്ന പടക്കങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, മോൾക്ക് പേടിയാകുന്നതുകൊണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ബാക്കിയുള്ള കത്തിക്കുന്ന സാധനങ്ങളൊക്കെ നാളെ രാവിലെ കത്തിക്കാലോ എന്ന് വെച്ച് മാറ്റി വെച്ചു, കണി വെക്കുന്ന സമയത്ത് വെക്കാലോ എന്ന്. പിന്നെ ഞാൻ രാത്രി ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഈ മേശാമ്മൽ കണി വെക്കേണ്ട സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഉണ്ണിക്കണ്ണനാണ് കയ്യിലുള്ളത്. കണ്ണൻ്റെ പെയിൻറ്റ് കുറച്ച് ഇളകിപ്പോയിട്ടുണ്ട്. അതൊന്നും സാരമില്ല, ഭഗവാൻ എങ്ങനെയായാലും നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ സാധനങ്ങൾ കണി തട്ടിൽ വെക്കുന്ന സാധനങ്ങൾ ഞാൻ തലേന്ന് ഇപ്രാവശ്യം ഞാനാണ് കണിയൊരുക്കിയത്. കാരണം അമ്മക്ക് അച്ഛൻ മരിച്ചിട്ട് ഇത് 3-ാമത്തെ വർഷമാണ്, അല്ല 4-ാമത്തെ വർഷമാണ്. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം കണി വെച്ചിട്ടില്ല വീട്ടിൽ. ഇത് വാവയെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കാമെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നീ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങ് മാറി നിന്നു. അപ്പം ഞാനാണ് ഇപ്രാവശ്യം കണി ഒരുക്കിയത്. ആദ്യത്തെ പ്രാവശ്യമാണ് ഞാൻ കണി വെക്കുന്നത്. അപ്പോൾ രാവിലെ ഉറക്കത്ത് എണീച്ചിട്ട് എല്ലാം എടുത്ത് വെക്കാൻ മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞാൽ ഞാൻ മേശാമ്മൽ തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കുക, പാത്രത്തിൽ എടുത്ത് വെക്കണ്ട, മേശാമ്മൽ എടുത്ത് വെച്ചോളൂ, കണ്ണിൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ കാണുമല്ലോ ഞാൻ എന്തെല്ലാം വെച്ചേന്ന് ഇപ്പോൾ കാണിച്ചു തരാം, തട്ടിൽ എന്തെല്ലാം വെച്ചേന്ന്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ടേബിളിൽ എടുത്ത് വെച്ചത് കണിവെള്ളരി, നല്ല കളർ എന്താ പറയുക, സ്വർണ്ണ കളറുള്ള കണിവെള്ളരി, മാങ്ങ, കോടിമുണ്ട്, പിന്നെ ഓട്ടുരുളിയാണ് വേണ്ടത്, എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് സ്റ്റീലിൻ്റെ എടുത്തു. പിന്നെ വാൽക്കണ്ണാടി. ഇതെന്താ ഷോ ആണ് ഞാൻ കളിക്കുന്നത്. പിന്നെ ചെയ്തത് അരി, നാഴി അരി, പിന്നെ എന്താണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവങ്ങളാണ് ഈ വെള്ളരി, പഴം, മാങ്ങ, ചക്ക. അത് ഒഴിച്ചുവിടാൻ പറ്റാത്ത സാധനങ്ങളാണ്. അപ്പോൾ ചക്കയുണ്ട്, ചക്ക ഞാൻ ടേബിളിൻ്റെ മുകളിൽ വെക്കുന്നില്ല. പിന്നെ വിളക്കത്തിരി, തീപ്പട്ടി, ചന്ദനത്തിരി, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഉടച്ച് വെച്ചിട്ടുണ്ട്, അതും ഞാൻ വേറെ സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ ബുക്ക്, പിന്നെ പൈസ, നാണയം, നോട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്, ചില്ലറ പൈസ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പഴം, ഞാൻ നേരത്തെ പറഞ്ഞു പഴം വേണമെന്ന്. അപ്പോൾ രാവിലെ എനിക്ക് ഇതൊക്കെ എടുത്ത് വെച്ചതുകൊണ്ട് നല്ല ഉപകാരമായിരുന്നു. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പുള്ളിയാണ്. എൻ്റെ കൂടെ തന്നെ ഒരാളും കൂടി എഴുന്നേറ്റിട്ടുണ്ട്, ബാക്കിൽ സോഫയിൽ നോക്കൂ. അപ്പോൾ സമയം ഇപ്പം 4:10. അപ്പോൾ ഞാൻ വേഗം പോയി ബ്രഷൊക്കെ ചെയ്തു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ തുടക്കലൊന്ന് കഴിഞ്ഞതാണ്, പക്ഷെ ഒന്നുകൂടി അകത്ത് കണി വെക്കുന്നതുകൊണ്ട് ഒന്നുകൂടി ജസ്റ്റ് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. തുടക്കൽ കഴിഞ്ഞേരം ഞാൻ വേഗം പോയിട്ട് കുളിച്ച് കേട്ടോ. 5:55 5:30 കണി വെക്കേണ്ട സമയം, നല്ല സമയം. അപ്പോൾ ഞാൻ വേഗം കുളിച്ച് വന്നു. ഇനി കണി ഒരുക്കുകയാണ്. ആദ്യം വെള്ള മുണ്ട് വിരിച്ചു, അടിയിലൊരു മുണ്ട് വിരിച്ചു. ഉണ്ണിക്കണ്ണനെ ആദ്യം വെക്കുന്നത്, ബാക്കി ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഞാൻ ഒരുക്കിയ കണി കണ്ടോ എങ്ങനെയുണ്ട്? എനിക്കറിയുന്നത് പോലെ ചെയ്തതാണ്, ആദ്യമായിട്ട് ചെയ്യുന്ന. പിന്നെ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടും ചെയ്യുന്നതാണ്. പിന്നെ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് തന്നെ ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു കുഞ്ഞു വിഗ്രഹം ഉണ്ടായിരുന്നു, അതും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോള് തമ്പാച്ചീനെ കണ്ടപ്പോൾ കൈ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അവൾക്ക് ഇതെന്താ ഇത് സംഭവം, പുലച്ചക്കമ്മ എണീച്ചിട്ട് വിളക്ക് കത്തിക്കുന്നു, ഇതൊന്നും ഇവിടെ പരിപാടിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കണി വെച്ച് കഴിഞ്ഞാലും വീട്ടിലുള്ള ചേഷ്ടകൾ മാറാൻ വേണ്ടിയിട്ട് പടക്കം പൊട്ടിക്കുകയും ഇത് കമ്പിത്തിരി അങ്ങനത്തെയൊക്കെ കത്തിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ രാവിലെയും ഞാൻ കുറച്ച് ഇതെല്ലാം കത്തിച്ചിട്ടുണ്ട്, പൂക്കുറ്റിയും അങ്ങനത്തെ. പൂക്കുറ്റിക്ക് എന്താ പറയുക നിങ്ങളൊക്കെ, മത്താപ്പൂന്നോ, അതൊക്കെ കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ കുറേ കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്തത്. കുറേ സമയം റെസ്റ്റ് എടുത്തു, ഉറക്കില്ല. അവിടെ ഇവളെ ഉറക്കാൻ വേണ്ടിയിട്ട് കിടന്നു അവളെ കൂടെ.
പിന്നെ ഞങ്ങൾക്കിന്ന് സദ്യ ഒന്നുമല്ല, നമ്മൾ കണ്ണൂർ കോഴിക്കോടുകാർക്ക് സദ്യ ഒന്നുമല്ല ഉണ്ടാകുക. അധികം ഓണത്തിനും വിഷുവിനൊക്കെ ബിരിയാണി, ചിക്കൻ ഇതൊക്കെ നിർബന്ധമായിരിക്കും. അപ്പോൾ ഞങ്ങൾക്കിന്ന് ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒന്നാമത് തിരക്കുള്ള സമയമാണ്, അതുകൊണ്ട് പിന്നെ കാണാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫുഡൊക്കെ ആയതിനു ശേഷം ഞാൻ ഇല വെട്ടാൻ പോയതാണ്. ആകെ 3 ആളുണ്ട്, ഞാനും ഉണ്ട്, അമ്മയും ഉണ്ട്, അനിയനും ഉണ്ട്. 3 ഇല മതി. പിന്നെ കുഞ്ഞിപ്പെണ്ണ് ഈ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് അവൾക്ക് ഇല വെട്ടുക വേണ്ട. അവൾക്ക് കൊടുത്തു നോക്കിയിരുന്നു ഇന്ന് ഭക്ഷണം എപ്പോഴും കൊടുക്കാറുണ്ട്. ബിരിയാണി കൊടുത്തു നോക്കിയിരുന്നു, കഴിച്ചില്ല. ചിക്കൻ മാത്രം കുറച്ച് കഴിച്ചു. പിന്നെ അച്ഛനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഇന്ന്. എൻ്റെ അച്ഛന് നല്ല ദിവസം വരുമ്പോഴാണല്ലോ നമ്മളെ കൂടെ ഇല്ലാത്ത ആളെ നമുക്ക് ഓർമ്മ. എല്ലാ ദിവസവും ഓർമ്മയുണ്ടാവും, ഇന്ന് പക്ഷേ കൂടുതലായിട്ട് ഓർമ്മിച്ചു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചില്ലി ചിക്കൻ ഉണ്ട്, നല്ല പാലട പായസമുണ്ട്, പിന്നെ നമ്മളെ തലശ്ശേരി ദം ബിരിയാണി ഉണ്ട്. സദ്യയാണ് ഈ സമയത്ത് ചൂടുകാലത്ത് നല്ലത്. മസാലയൊന്നും അധികം കഴിക്കാൻ പറ്റില്ല, പക്ഷേ എന്ത് ചെയ്യാം, അനിയന് ബിരിയാണി തന്നെ വേണം. അവൻ അമ്മേൻ്റെ കയ്യിൽ ബിരിയാണി കഴിക്കാനാണ് ലീവ് എടുത്ത് വന്നത്. അപ്പോൾ അമ്മ ദമ്മൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഈ സമയത്ത് എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞിയുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ രാവിലെ എഴുന്നേറ്റുകൊണ്ട് നല്ല വാശിയും ഒന്നും സമ്മതിക്കുന്നില്ല ചെയ്യാനൊന്നും. അപ്പോൾ അമ്മ വേഗം വാഴയിലൊക്കെ വെച്ച് ചോറ് വിളമ്പി തന്ന് അത് കഴിച്ചു വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി വിഷു. വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും താങ്ക്സ്. ബായ്. ഉമ്മ കൊടുക്കുമ്മ. ബായ്.